കാലത്തെ കഞ്ഞൂടി കഴിഞ്ഞു നമ്മൾ വീണ്ടും പണിക്കിറങ്ങായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ തുടർച്ചയായിട്ട് കാണിക്കുമ്പോൾ വിചാരിക്കും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് വിചാരിക്കും. ഇപ്പം നമുക്ക് ഇത് തന്നെയാണ് പണി. കാരണം ഇപ്പോൾ ഇവിടെ താമസമായിട്ടില്ലേ, നമുക്ക് വേറെ വീഡിയോകളൊന്നും എടുക്കാനായിട്ട് പോകാനായിട്ട് പറ്റില്ല. പിന്നെ ഇവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ അതിനുള്ള സൗകര്യങ്ങളായിട്ടില്ല. അപ്പോൾ ഒരാഴ്ചയും കൂടി നമ്മൾ എന്താ പറയുക, ഇവിടെ ഈ കളയും ഇങ്ങനെ പച്ചക്കറിയിൽ വിത്തുകൾ നടലും കാര്യങ്ങളൊക്കെ ഇട്ടത് നീങ്ങും. പിന്നെ നമ്മളിവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കാട്ടിക്കൂട്ടലല്ല, ശരിക്ക് ഒറിജിനലായിട്ട് തന്നെ കായ്ക്കൂട്ട് കളച്ചിട്ട് ഒക്കെ ചെയ്യുന്നത് തന്നെയാണ്. അല്ലാണ്ട് തുടക്കത്തിരി കളയ്ക്കുക പിന്നെ ഇടയിൽ നിന്ന് കാണിക്കുക, അങ്ങനെ തന്നെ കാണിച്ച് ബാക്കിയുള്ളതൊക്കെ വേറെ ആളുകൾ കൊണ്ട് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ ഒറിജിനലായിട്ട് തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായി. കൊത്തി കളക്കൽ കഴിഞ്ഞിട്ട് പിന്നെ തട്ടി നിരത്തണം. ഇതിപ്പോൾ നമ്മൾ അവിടേക്ക് ഒരു വഴിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പുല്ലൊക്കെ വലിച്ച് കളയും, ഇനി വൃത്തിയാക്കണം. പിന്നെ ചാണപ്പൊടി ഇല്ലേ, ചാണപ്പൊടിയാണ് നമ്മൾ ഈ ചോളത്തിന് ഇട്ട് കൊടുക്കുന്നത്. ചാണപ്പൊടി നമ്മുടെ കോഴിക്കൂടിലാണ്, കോഴികളൊന്നും പൊടിയില്ല കേട്ടോ. കോഴികളൊക്കെ നമുക്ക് ആദ്യം പുതിയ വാങ്ങിക്കണം. അത് ഈ താമസമായി കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ വെച്ചിട്ടാണ്. ചാണപ്പൊടി പിന്നെ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചാക്കിൻ്റെ പകുതി ചാണപ്പൊടി നമ്മൾ വിതറിട്ടിട്ടില്ലേ. കാരണം ഇതിൽ ഏറ്റവും കുറവ് ഒരു 10-75 ഇത് നടും, ചോളത്തിൻ്റെ വിത്ത് നടും. എന്നിട്ടൊന്ന് മിക്സാക്കാം, തട്ടി നിരത്തി ഒന്ന് മിക്സാക്കാം. ഇനി ഇളാൻ കൊണ്ട് ഓരോ കുഴി കുത്തുക. വരി വരിയായിട്ട് നടാൻ പറ്റിയ വരി വരിയായിട്ട്. എന്നിട്ട് നമ്മുടെ ഈ ചോള വിത്തല്ലേ, വിത്ത് എന്ന് പറയാൻ പറ്റില്ല ഇതിനെ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനമാണ്. അതിലത്തെ ഇത്തിരി വലിപ്പുള്ള ചോളങ്ങളില്ലേ, അടുത്തിട്ട് ഓരോ കുഴിയിൽ ഓരോന്ന് നടും. ചോള കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്, ഏത് സമയത്തും നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന സാധനമാണ്. അതുപോലെ ചോളം ഉണ്ടായിട്ട് അത് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ നമുക്കത് പൊട്ടിച്ച് തിന്നാനില്ലേ, ഭയങ്കര ടേസ്റ്റ്. അതിൽ ചെറിയൊരു പാലിൻ്റെ ഇതുപോലെ ഉണ്ടാവും. പിന്നെ നടാനായിട്ട് ഇങ്ങനെ സ്ഥലമില്ല, ഇങ്ങനെ മറ്റേ ഗ്രോ ബാഗിലാ അല്ലെങ്കിൽ ചാക്കിലാ അതൊക്കെ ചോളം വയ്ക്കട്ടാ. പിന്നെ ചോളത്തിൻ്റെ കടക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിപ്പുണ്ടാവില്ല, കുറച്ച് സ്ഥലം മതി. അപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് മണ്ണിളകിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചോള നടൽ കഴിഞ്ഞു, ഇനി ഒന്ന് നനച്ചു കൊടുക്കണം. നമ്മൾ ഈ നനയ്ക്കണതിൻ്റെ ഒപ്പം ആഫ്രിക്കൻ മല്ലിക്കും നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മീത ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. അതിന് നല്ല വെയിലുണ്ട്, വെയിലില്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഈ മീനുകൾക്ക് നമ്മൾ തീറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസത്തിലൊരു വട്ടം. അല്ലാണ്ടാണ് ഇട്ട് കൊടുക്കാറ്. ഇപ്പോൾ ഞാനിട്ട് കൊടുക്കുമ്പോൾ മീനുകൾ വരില്ല, കാരണം ഇപ്പോൾ പരിചയമില്ലാണ്ടായി മീനുകൾക്ക്. പരിചയമുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് വരും. അതാ പൊടി മീനുകൾ ഒക്കെ മുകളിൽ, പൊടിയല്ല നല്ല വലിപ്പമായി തുടങ്ങി. മീനുകൾക്ക് തീറ്റിയിട്ട് കൊടുക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ട സമയമായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ വേറെ പണികളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലാണ്ട് വീട്ടിൽ ഇനിയാണ് ചോറിനാൻ പോണത്.
ഇതേ ചോറിന് ചാള കൂട്ടാൻ. പിന്നെ അവിടെ ഒരു നേന്ത്രക്കായ അല്ല നേന്ത്രക്കൊല ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇതായിട്ട് വെച്ചത്. ഉപ്പേരി വെച്ചത്. പിന്നെ പപ്പടം. അങ്ങനെ ആസ്വദിച്ച് ചോറിനാണ് ഞാൻ. ചോറിന് കഴിഞ്ഞ് വന്നു. ഇനി അടുത്ത കഷ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുചേമ്പ് നടലാണ്. അപ്പോൾ അവിടെ കണ്ടമാനം പുല്ലുണ്ട്, അത് മുഴുവൻ കളയണം. ഈ പണികളുടെ ഇടയിലൊക്കെ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണ്ടിട്ടാ. അപ്പോൾ അതായത് ഇത്രയ്ക്ക് മാത്രമേ ഈ സമയം കൊണ്ട് കളച്ചുള്ളൂ എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ചിക്കൻ മിളക് പറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴയിലായിരുന്നു. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് നമ്മളത് ഗ്രില്ല് ചെയ്യണത്. അത് കായക്കോട്ട് കളയുടെ ഇടയിൽ നമ്മൾ മീൻകുളത്തിൻ്റെ അവിടെ ഈ ഗ്രില്ലിൻ്റെ ഈ സാധനം വെച്ചിട്ട് അതിൽ കരിയൊക്കെ ആയിട്ട് ഇടയ്ക്ക് തീ കത്തിക്കുന്നു. പിന്നെ ചിക്കൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്നു. നമ്മൾ ചോറിന് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചു. അതന്നെ ആ തണവൊക്കെ വിട്ടു. പിന്നെ ഭയങ്കര രസമായിട്ടുള്ള പരിപാടി ഇത്. കായ്ക്കോട്ട് കളിക്കുക, അതിൻ്റെ ഇടയിലൊക്കെ ഈ വക പണികളൊക്കെ ചെയ്യുക. നമ്മളിതൊക്കെ എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കോട്ട് കളിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, മനസ്സ് കൈക്കോട്ട് കളിക്കുന്നിടത്ത് നിൽക്കില്ല, ഇവിടെ ഇരിക്കും. ഇത് പാകാകുമ്പോൾ സജീവനും പിള്ളേരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറ്റേ കനലിൽ നിന്ന് എന്താ പറയുക വീശി കൊടുക്കണം എന്നുള്ളതാണ്. വേറെ എന്താ പറയുക ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട്. നമുക്കത് മറച്ചിടാം. ഒരെണ്ണം അത് കമ്പിമൊക്കെ പിടിച്ചു, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടാ. അതതിൻ്റെ കളറ് അങ്ങനെയാണ്. പിന്നെ ഇങ്ങനത്തെ പണികൾ നമ്മൾ വീട്ടിലെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കുറേ വട്ടം നടക്കേണ്ടി വരും. നമ്മൾ ഒരു പണിക്കാരെ നിർത്തി ചെയ്യുകയാണെങ്കിൽ പിന്നെ അവർ അവിടെ നിന്നിട്ട് തന്നെ പണം തോടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടാവും, അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കില്ലേ. കുറേ നടന്ന് നമുക്ക് കാല് കളിക്കും. ഇതേ നമ്മുടെ ചിക്കൻ പാകാവാറായിട്ടാ, ലാസ്റ്റായി. അപ്പോൾ നമ്മൾ ഒരു വാഴല വെട്ടി അതിലാണ്ട് വയ്ക്കാം. ഇപ്പോൾ സമയം വൈകുന്നേരം 5:30 5:30 കഴിഞ്ഞു.
സജീവൻ, പൊന്നൂസ്, മിന്നു, സച്ചിൻ, ഇത് 4 പേരെ എത്തിയിട്ടുള്ളോ. മീൻകുളത്തിൻ്റെ അവിടെയുള്ള പുല്ലിലിരുന്നിട്ട് ഞങ്ങൾ വട്ടം കൂടി ഇരുന്ന് കഴിക്കാൻ പോവാണ്. ചെറുനാരങ്ങ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ചു, അത് വെറുതെ നാട് മുറിച്ച് ഒന്ന് പിഴിഞ്ഞു. എന്താ രസം ഇങ്ങനെ ഇവരൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒപ്പമിരുന്ന് കഴിക്കുമ്പോൾ. നമ്മുടെ പണിയിലെ കംപ്ലീറ്റ് ക്ഷീണം പോവും. വിനീതിനുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെ പിന്നെ ലാസ്റ്റ് വിനീതിനുണ്ടാവില്ല. എല്ലാ ദിവസമൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ, പണിയുടെ ഇടയിൽ, അത്രേ ഉള്ളോ. പിന്നെ ഇവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാനൊക്കെ ആയിട്ട് ശരിക്കും ഒരു എന്താ പറയുക, നമുക്ക് ഒരു പാർക്കിലിരിക്കുന്ന ഫീൽ തന്നെ. ചീവിടിൻ്റെ കരച്ചിലും എല്ലാം ഒക്കെ ആയിട്ട്. ഇനിയിപ്പോൾ നാളെ തൊട്ടിട്ട് നമ്മുടെ ഒപ്പം കൈക്കോട്ട് കളിക്കുന്നിടത്ത് ഈ സരിതീൻ്റെ ആവും. അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.